ഹായ് ഫ്രണ്ട്സ്, ഇത് നോക്കിക്കേ. പ്ലാവിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് ഏതൻ തോട്ടത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 3 വെറൈറ്റീസാണ് പ്ലാവിൻ്റെ വലിയ ബിഗ് പ്ലാന്റ് എത്തിയിട്ടുള്ളത്. ഇത് നോക്കിക്കേ, ഇത് വിയറ്റ്നാം എയർലി ഓൾ സീസൺ ഉണ്ടോ, ഒരു വർഷത്ത് 3 പ്രാവശ്യം കാ പിടിക്കും. ഇത് ഓൾ സീസൺ ആണ്. ഇതിൻ്റെ ലീഫ് നോക്കിക്കേ, വ്യത്യാസമുണ്ട്. സൂപ്പർ എയർലിയുടെ ലീഫ് വ്യത്യാസമുണ്ട്, അതിൻ്റെ ഇല നൈസായിരിക്കും. ഇത് നോക്കിക്കേ, ഇതാണ് ഡങ് സൂര്യ, തേൻവരിക്ക, ചുമന്ന ചുളയായിരിക്കും. അപ്പോൾ ഈ നല്ല വലിയ പ്ലാന്റ് അത്യാവശ്യമുള്ളവർ നേരെ ഏതൻ തോട്ടത്തേക്ക് വന്നേക്കണേ. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ദയവായി മറക്കരുത്. ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ് വയ്ക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നോക്കിക്കേ, ബഡാണിത്. ബഡ് മണ്ണിനടിയിൽ ഒരിക്കലും പോകരുത്. നമ്മുടെ ഈ പ്ലാന്റ് നിലത്ത് വയ്ക്കുമ്പോൾ 1.5 അടി താഴ്ചയെ കുഴിയെടുത്തിട്ട് 1 കിലോ ചാണകപ്പൊടി, 1 കിലോ എല്ലുപൊടി, 1 കിലോ വേപ്പിൻ മണ്ണാക്ക്, ഇത് മണ്ണുമായിട്ട് നല്ല മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത മണ്ണിനെ നേരെ നമ്മളെ പ്ലാന്റ് നടുന്ന ആ കുഴിയിലേക്ക് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് ഈ ലെവൽ മാത്രമേ മണ്ണിടാവൂ. ബഡ് ഒരിക്കലും മണ്ണിനടിയിൽ പോകരുത്. ബഡ് മണ്ണിൽ നിന്നും എപ്പോഴും ഇത്രയും അകലം പൊങ്ങി വേണം നിൽക്കാൻ. ഓക്കെ, എങ്കിൽ മാത്രമേ ഈ ഒരു ചക്ക നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഏത് ബഡ് പ്ലാന്റ് നടുമ്പോഴും ബഡ് മണ്ണിനടിയിൽ ഒരിക്കലും പോകരുത്. ഓക്കെ, താങ്ക് യു. പ്രൂണിങ്ങിനാണ് വിജയം. പ്ലാന്റ് നല്ല വലുതാകുമ്പോൾ പ്രൂൺ ചെയ്ത് വിടാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.